നമസ്കാരം സർ. വെള്ളാപ്പള്ളിയുടെ പരാമർശം കേരളത്തിലെ വലിയൊരു ചർച്ചയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ വെള്ളാപ്പള്ളിക്ക് കിട്ടിയോ എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഒത്താശയിലാണോ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ കളികൾ എന്താണ് സർ? അതിപ്പം അങ്ങനത്തെ രീതിയിൽ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്തു. അതായത് മലപ്പുറം ഒരു പ്രത്യേക ജില്ലയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യമാണ്. അതാണ് അതിനകത്ത് പുള്ളി പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ മറ്റു മതസ്ഥർക്കൊന്നും സ്ഥാനമില്ല. അധികാര സ്ഥാനങ്ങളും അല്ലെങ്കിൽ വ്യവസായ സ്ഥാനങ്ങളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉള്ളത് മുസ്ലിം ലീഗിന്റെ മാത്രമാണ്. ഒരു എയ്ഡഡ് സ്കൂള് പോലും മറ്റു വിഭാഗക്കാർക്ക് കൊടുക്കുന്നതിന് മാർഗമില്ല. അതിനെ അനുവദിക്കുന്ന പ്രശ്നം അവിടുത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കില്ല. അതായത് അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അത് മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്. അല്ലെങ്കിൽ 56% മുസ്ലിങ്ങളുണ്ട്, 44% ഹിന്ദുക്കളുണ്ട്. അപ്പൊ ഹിന്ദുക്കൾക്ക് ഒരു പഞ്ചായത്തിൽ മത്സരിക്കാൻ പോലും അവസരം അവർ കൊടുക്കാറില്ല. അതായത് അധികാര സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെടുന്നു. ഇത്രയും കൂടുതൽ 44% ഹിന്ദുക്കൾ അവിടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈഴവർ എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി. അപ്പൊ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ 30 കൊല്ലം, അല്ലെങ്കിൽ ഇദ്ദേഹം SNDP സെക്രട്ടറി ആയിട്ട് 30 കൊല്ലമായി, അതിന് പുള്ളിയെ ആദരിക്കുന്ന ചടങ്ങിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി അങ്ങനെ അബദ്ധം പറയുന്ന ആളല്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ കൃത്യമാണ്. വെള്ളാപ്പള്ളി കുറച്ചുകൂടെ വ്യക്തത വരുത്തി പറയണമായിരുന്നു. ഇനിയും അങ്ങനെ ചെയ്യണം. അതായത് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിനെയാണ്. അതായത് അതിന്റെ അർത്ഥം അവിടെ ഈ മതമൗലികവാദം മൊത്തവും വളർത്തുന്നതിന് മുസ്ലിം ലീഗാണ് നിന്നുകൊടുക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് മതേതര പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മതമൗലികവാദത്തിന് നിന്നുകൊടുക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് അത് തന്നെയാണ് ശരിയെന്ന് പിണറായി വിജയൻ ഒന്നുകൂടെ ഏറ്റുപറയുന്ന ഒരു അവസ്ഥ. അപ്പൊ ഷാജിയും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് തോന്നുന്നത്, ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾ ആരോടും മറുപടി പറയും, വെള്ളാപ്പള്ളി ഒന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല, SNDP ഞങ്ങൾക്ക് വിഷയമല്ല, എന്നാലും SNDP ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ഇഴയടുപ്പമുള്ളവരാണ് SNDP അല്ലെങ്കിൽ ഈഴവ സമുദായവും ഈ പറയുന്ന മുസ്ലിം സമുദായവും തമ്മിൽ. അദ്ദേഹം എന്നിട്ട് കൊല്ലത്ത് മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഈഴവർക്കെല്ലാം മുസ്ലിങ്ങളുടെ പേരാണ്. അത്രയ്ക്ക് ഇഴയടുപ്പമുണ്ട്. അതേ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നിടത്താണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരു, അല്ലെങ്കിൽ ഇത്രയ്ക്ക് വർഗീയത പറയുന്നത്. മുസ്ലിം ലീഗിനെതിരെ പറയണ്ട, പണ്ട് നെഹ്റുവിനെതിരെ പോലും പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞ പാരമ്പര്യം ഉള്ള ആൾക്കാരാണ് മുസ്ലിം ലീഗുകാർ. അത്തരത്തിലുള്ള നേതാക്കന്മാരാണ് ഞങ്ങളുടെ പാരമ്പര്യം. അതുകൊണ്ട് ഞങ്ങളെ ആരും വരട്ടണ്ട, മുഖ്യമന്ത്രി വരട്ടിയണക്ക് ഞങ്ങൾ നിന്നു കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് KK ഷാജി ഇന്നലെ മറുപടി പറഞ്ഞത്. ഇതേ നാണയത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം SNDP മറുപടി പറഞ്ഞത്. SNDPക്ക് മാത്രമേ ഇത് പറയാൻ സാധിച്ചിട്ടുള്ളൂ വ്യക്തത വരുത്തി. ഈ പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് പലരും തിരയുമ്പോഴും സത്യമാണെന്ന് പലരും സ്ഥാപിക്കുമ്പോഴും ഉറക്കെ പറയാൻ മടിക്കുന്നിടത്ത് അവരുടെ തട്ടകത്തിൽ ചെന്ന് അവിടെ ശ്വാസം മുട്ടി ജീവിക്കേണ്ട ഒരവസ്ഥ മറ്റു മതസ്ഥർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്, ആ അവസരം അല്ലെങ്കിൽ ആ സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്ന് വ്യക്തത വരുത്തി പറയണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അപ്പൊ അതിനകത്താണ് സങ്കടം. ഞങ്ങൾ മതേതരത്വ പാർട്ടിയുടെ ആൾക്കാരാണ്, ഞങ്ങളാണ് ഇവിടെ മതേതരത്വം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് ഇതിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഷാജി ഇവിടെ പറഞ്ഞാലേ, ഷാജി നിങ്ങൾ ഉണ്ടായത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ജന്മം തന്നെ ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയാ, അങ്ങനെ അതിനുവേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാ. അപ്പൊ നിങ്ങളിപ്പം മതേതരത്വം ഒക്കെ വിളമ്പിയാൽ, അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് കേട്ടുപോകുന്നതിനും അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തവരും ഒക്കെ വിശ്വസിക്കും. 88 വയസ്സുള്ള വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തും 82 വയസ്സുള്ള പിണറായി വിജയന്റെ അടുത്തും ഒക്കെ അത് പറഞ്ഞാൽ, പലവട്ടം അവർ പറയാതിരുന്നതെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ട് അവർക്ക് കിട്ടുമെന്ന് കണ്ട് പിണറായി വിജയൻ പറഞ്ഞതാ. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശന്റെ ഒരു കാര്യമില്ല. പുള്ളി സമുദായ നേതാവാണ്. പുള്ളിയുടെ സമുദായത്തിനും അല്ലെങ്കിൽ സമുദായത്തിന് ക്ഷീണം പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പുള്ളി ഉറക്കെ പറയും. പുള്ളി ഉറക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ വിഭജനത്തിന്റെ പാർട്ടി, അതിന്റെ അവശിഷ്ടം ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ബലമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ എങ്ങനെ മതേതര പാർട്ടിയാവുന്നേ? നിങ്ങൾ മാറാട് കലാപത്തിന് സപ്പോർട്ട്, അല്ലെങ്കിൽ കലാപത്തിന് ഹിന്ദുക്കളെ കൊന്നപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ അല്ലേ എന്നുള്ളത്, അത് ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ മതേതര പാർട്ടിയാവുന്നത്? നിങ്ങൾ 100 കൊല്ലത്തിന് അപ്പുറം നിന്ന ഈ പറയുന്നത് പോലെ ഒരു കലാപം ഉണ്ടായിരുന്നല്ലോ, ഈ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ആ കലാപത്തിന് നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ?
അല്ലെങ്കിൽ ആ കലാപത്തിന്റെ വ്യക്താവായിട്ടുള്ള ആളിനെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? ആ കലാപത്തിന്റെ വ്യക്താവായിട്ടുള്ള ആളിന്റെ പേരിൽ നിങ്ങൾ അവിടെ ഈ പറയുന്ന മലപ്പുറത്തെ ഏറ്റവും വലിയ ടൗൺ ഹാളിന് സ്മാരകം അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരല്ലേ അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ എവിടാ നിങ്ങൾക്ക് മതേതരത്വം? നിങ്ങളുടെ ഭാഗം എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഭാഗം, നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളിടത്ത് നിങ്ങളുടെ മാത്രം ആൾക്കാരും നിങ്ങളുടെ വ്യവസായവും നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനവും നിങ്ങളുടെ ജനപ്രതിനിധികളെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മതേതരത്വം എന്ന് പറയുന്നതിനകത്ത് എന്ത് മതേതരത്വമാണ്? നിങ്ങൾ അവിടെ 44 ഇത് തന്നെ പറഞ്ഞുള്ളൂ, അവിടെ 44% വരുന്ന ഹിന്ദുക്കളെയും അല്ലെങ്കിൽ മറ്റു ജാതിക്കാരെയും കൂടെ മത്സരിപ്പിച്ച് ജനപ്രതിനിധികൾക്ക് നിങ്ങളുടെ പാർട്ടി മതേതര പാർട്ടി ആവത്തില്ലേ? നിങ്ങൾ ആകപ്പാടെ ഒരു പ്രാവശ്യത്തിൽ ഒരു രാമനെ അങ്ങാണ്ട് മത്സരിപ്പിച്ചിട്ടുണ്ട്. അത് മത്സരിപ്പിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സംവരണ സീറ്റ് മത്സരിക്കേണ്ടി വന്നത് കൊണ്ടാണ്. നിങ്ങൾ മതേതരത്വം പറയുമ്പോൾ ഈ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ബാക്കിയുള്ള സമുദായത്തിന് ഒരു ആനുകൂല്യം അല്ലെ സ്ഥാനാർത്ഥികളെ കൊടുക്കാത്തപ്പോൾ നിങ്ങൾ കേരളം മൊത്തം മത്സരിക്കുന്നവരാണ്. കേരളം മൊത്തം നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്തടത്ത് നിങ്ങളുടെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ മലപ്പുറം ജില്ലയിൽ മറ്റ് സമുദായങ്ങൾക്ക് ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം അത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല. എന്ത് കാര്യം വന്നാലും നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെയും പോവുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള മതേതരത്വം അത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അത് ഈ പറഞ്ഞതുപോലെ ഏത് വിഷയത്തിലായാലും നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മോശം വിഷയത്തിന് പോലും നിങ്ങൾ ആൾക്കാരെ തള്ളിപ്പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായതിനകത്ത് എതിർപ്പുള്ളവരുണ്ട്. അവർക്ക് പ്രതിഷേധിക്കാം, അവർ പ്രതിഷേധിക്കട്ടെ. കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നടന്ന സംഭവം എന്താ? നിങ്ങൾ മതേതരത്വത്തിന്റെ ആളാണെങ്കിൽ നിങ്ങൾ കരിപ്പൂരിൽ നടന്ന ഈ പറയുന്നത് പോലെ മതമൗല്യവാദികൾ അല്ലെങ്കിൽ ലോകത്ത് ഉടനീളമുള്ള വർഗീയവാദികൾ അല്ലെങ്കിൽ ഹമാസ് പോലെയുള്ളവരും അല്ലെങ്കിൽ മറ്റ് വർഗീയ കക്ഷികളുടെ ഫോട്ടോയും എടുത്ത് ഇവിടുത്തെ സോളിഡാരിറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ വിദ്യാർത്ഥി സംഘടന യുവജന സംഘടനയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ളവര് പ്രകടനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഈ പറയുന്ന ആൾക്കാർ ഭീകരരുടെ പടം പ്രദർശിച്ചപ്പോൾ അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷീയ വർഗീയതയ്ക്കും നിങ്ങൾ എതിരാണെന്ന്. ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് നിരോധിച്ചിരിക്കുന്ന ഭീകര സംഘടനകളുടെ പടമല്ലേ എടുത്ത് ഇവിടെ പ്രദർശിപ്പിച്ചത്, അവിടെ ആക്രമണം നടത്തിയത്, അതിന് തെരഞ്ഞെടുത്തത് വിമാനത്താവളമല്ലേ? നിങ്ങൾ എന്താ പറയാ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഇവിടുത്തെ ഹമാസിന്റെ പള്ളിയുടെ ഉറൂസിന് ഈ പറയുന്ന ഹമാസുകാരന്റെ ഫോട്ടോ എടുത്ത് ആനപ്പുറത്ത് കയറ്റിയപ്പോൾ നിങ്ങൾ തള്ളിപ്പറഞ്ഞോ? ആ പോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിനകത്ത് പിടിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുസ്ലിങ്ങളാന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഹവാല പണമിടപാടിന് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് കേരളത്തിലെ മൊത്തം ക്രൈം പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ആണ് അല്ല മലപ്പുറം ജില്ലയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്, അതിനകത്ത് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞത്? അപ്പൊ ഏത് കാര്യമായാലും മുസ്ലിങ്ങളുടെ പേര് അത് ക്രൈം ആയാലും അല്ലാത്തതായാലും മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലും അസ്വസ്ഥമാക്കുന്ന നിങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ മതേതര പാർട്ടിയാവുന്നത്? നിങ്ങൾ എങ്ങനെ മറ്റ് ആൾക്കാരെ ഉൾക്കൊള്ളുന്നത്? അപ്പം നിങ്ങളുടെ തട്ടകങ്ങൾ നിങ്ങൾ മതേതര പാർട്ടി ആണെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് മൊത്തത്തിൽ കേരളത്തിലുടനീളം ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരുന്നതാണല്ലോ ഇന്ത്യയും കേരളവും ഒക്കെ. ഈ പറയുന്ന പോലെ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമല്ല, നിങ്ങൾക്ക് വ്യക്തത വരുത്തി നിർത്താൻ സാധിക്കുന്ന, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാഗമായിട്ടുള്ളവരെ മാത്രം അവിടെ മതേതരത്വവും മറ്റൊരു പരിഗണനയും കൊടുക്കാതെ അധികാര സ്ഥാനങ്ങളിലും മറ്റെല്ലാ സ്ഥാനങ്ങളിലും നിങ്ങളുടെ ആൾക്കാരെ പോസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളിടത്തെ ആൾക്കാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം മതേതരത്വം പറയുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ മലപ്പുറം ജില്ല ഈ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി കേരളത്തിൽ ഉടനീളമുള്ള ബാക്കിയുള്ളവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മതേതരത്വം പറയുന്നതല്ലാതെ മുസ്ലിം ലീഗിന് ഈ പറയുന്ന മതേതരത്വം ഒന്നും ഞങ്ങൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇല്ല. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. കുറച്ചുകൂടി വ്യക്തത വരുത്തി പറയണമായിരുന്നു. കേരളത്തിൽ ഉടനീളമുള്ള മുസ്ലിങ്ങളെ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നത്തക്ക രീതിയിലല്ല മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെ ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ മതമൗല്യവാദികൾ ആക്കുന്നതിനും ഏറ്റവും ആദ്യം നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് വ്യക്തത വരുത്തി പറയണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ശരിയല്ല എന്നാണ് ഷാജി വെല്ലുവിളിക്കുന്നുണ്ട്. ആരാടാ വെള്ളാപ്പള്ളി നരേശൻ? ആരാടാ ഞങ്ങൾ നെഹ്റുവിനെ അംഗീകരിച്ചിട്ട് ഇയാളെ ആരണ്ട് അംഗീകരിക്കുന്നുണ്ട്? ഇത് നിങ്ങളെ ആരണ്ട് അംഗീകരിക്കണം? നിങ്ങളെ അംഗീകരിക്കേണ്ട കാര്യം എന്തോ? നിങ്ങൾ ആരെയും അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല. SNDP അംഗീകരിക്കുന്നില്ല, നിങ്ങൾ നെഹ്റുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം.
നിങ്ങളെ അങ്ങനെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആർ ശങ്കർ ഇരുന്ന കസേരയാണല്ലോ, അല്ലെങ്കിൽ കുമാരനാശാൻ ഇരുന്ന കസേരയാണെന്നോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെയൊക്കെ വലിയ ആദരവോടുകൂടി കാണും. ആ കസേരയിലാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഏത് കസേരയിൽ ഇരിക്കണം എന്നുള്ള SNDP-ക്കാർ തീരുമാനിക്കട്ടെ. വെള്ളാപ്പള്ളി ഇരിക്കുന്ന കസേര, നിങ്ങളുടെ നേതാക്കന്മാരുടെ കസേര നിങ്ങൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കസേരയിൽ ആയിരിക്കണം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. തങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവർ ഇരുന്നാ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിട്ടൂരമാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കും. മാത്രമല്ല, കുമാരനാശാന്റെ കഥയൊന്നും ആരോടും പറയിക്കരുത്. 100 കൊല്ലം മുമ്പ് നടന്ന ഒരു ഹിന്ദു കൂട്ടഹത്യക്ക് അവിടെ ചെന്ന് സന്ദർശിച്ചതിന് ശേഷം അതിനെതിരെ ഒരു കവിത എഴുതിയ കുമാരനാശാൻ എന്ന് പറയുന്ന ആളുടെ മരണം ഇപ്പോഴും ദുരൂഹ. അറിയാവോ? അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബോട്ട് വെളുപ്പാങ്കാലത്ത് 2:30 മണിക്ക് വടം വെച്ച് കെട്ടിമറിച്ച് ആ മരണത്തിൽ ദുരൂഹത ഇപ്പോഴും ഉണ്ട്. വ്യക്തത വന്നിട്ടില്ല. അതിന് തെളിവുകളുണ്ട്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ക്യാബിൻ പുറത്തു നിന്ന് പൂട്ടിയിരുന്നു. അറിയാമോ? അതിനിപ്പോഴും സംശയം. അപ്പൊ ആ കാര്യമൊന്നും പറയണ്ട. ഇസ്ലാമിസ്റ്റുകളുടെ കളി അന്നും ഇന്നും. നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലും വകവരുത്തി പോകുന്ന പല ചരിത്രങ്ങളും പല തെളിവുകളും അല്ലെങ്കിൽ പല മുറിപ്പാടുകളും ഇന്നും കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങ് മതേതര പാർട്ടിയാണ്, ഞങ്ങളെ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ കയറി അങ്ങ് എല്ലാം ചെയ്തു കളയും, അങ്ങ് വിരട്ടിക്കളയും, കാച്ചിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ ഒതുങ്ങിത്തരുന്ന ഒരു സമൂഹം ഇപ്പൊ പഴയതുപോലെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇല്ല എന്നോ ഉള്ളതിന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് SNDP-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളുടെ തട്ടകത്തിൽ വന്ന് പറഞ്ഞത്. ആ പറച്ചിലിന് വളരെ വലിയ ഭൂരിപക്ഷമുണ്ട്. ആ പറച്ചിൽ നിന്ന് കേരളത്തിൽ വളരെ വലിയ ആക്കമുണ്ട്. ആ പറച്ചിലിനും ആ വെള്ളാപ്പള്ളി നടേശന്റെയും കൂടെ വളരെ വലിയ വലിപ്പത്തിൽ ആളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾ പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കൂടുതൽ ചർച്ചയ്ക്ക് വിടണ്ട. എന്താ ചർച്ചയ്ക്ക് വിട്ടാൽ നിങ്ങളുടെ മുഖം വെളിച്ചത്ത് വരും. നിങ്ങളുടെ യഥാർത്ഥ മുഖം ജനത്തിന് മനസ്സിലാവും. നിങ്ങൾ മറച്ചു പിടിച്ചിരിക്കുന്ന മുഖം, നിങ്ങൾ പെയിന്റ് അടിച്ചിരിക്കുന്ന മുഖം, നിങ്ങളുടെ കപട മതേതരത്വം, അതൊക്കെ വെളിയിൽ വരും. അതുകൊണ്ട് അത് വെളിയിൽ കൂടുതൽ ചർച്ചയ്ക്കും വെല്ലുവിളിക്കും ഒന്നും വിപ്ലവം ഷാജി അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയൊന്നും നിൽക്കേണ്ട. ചരിത്രം പുറത്തു വരും. 100 കൊല്ലത്തിനപ്പുറമുള്ള ചരിത്രം, അല്ലെങ്കിൽ അതിനും പുറകിലോട്ടുള്ള ചരിത്രം. ആ ചരിത്രം പുറകോട്ട് ചികയണ്ട. നിങ്ങളത്ര മതേതരവാദികളാണെന്ന് ജനം അംഗീകരിച്ച് തരുന്ന ഒരവസ്ഥ ഇന്ന് ഇല്ല. ഇന്നലത്തെ പോലെ അല്ല ഇന്ന് എന്ന് മാത്രം മനസ്സിലാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.